मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഹണി ബണ്ണി പോപ്പറ്റ് ജോർദാർ നോക്കൂ, എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം. അമ്മയ്ക്ക് അസുഖമാണെന്ന്. മാഡം വിഷമിക്കണ്ട, മമ്മിക്ക് പെട്ടെന്ന് ശരിയാകും. എന്റെ വിഷമം അതുകൊണ്ടല്ല, അമ്മയുടെ അസുഖം മാറുമെന്ന് എനിക്കറിയാം. അതെയോ? മമ്മി സുഖാവുന്നതിനെ പറ്റിയാണോ നിങ്ങൾ പേടിക്കുന്നത്? അല്ല, എനിക്ക് ഡയമണ്ട് ഡെലിവറി ചെയ്യാൻ പോകണം. പക്ഷെ സുഖമില്ലാത്ത മമ്മി ഡയമണ്ട്സ് കൊണ്ട് എന്ത് ചെയ്യാനാ? ഓഹോ, എനിക്ക് കച്ചോറിയിൽ ഡയമണ്ട് ഡെലിവറി ചെയ്യണമെന്ന്. പക്ഷെ കച്ചവടിക്കകത്ത് പരിപ്പല്ലേ ഉണ്ടാവുക? ഹണി, കച്ചോറി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാ. നല്ല സ്വാദുള്ള പേര്. പക്ഷെ നിങ്ങളുടെ മമ്മി കച്ചവടി നഗരത്തിൽ എന്താ ചെയ്യുന്നത്? അയ്യോ, അവിടെ മമ്മിയല്ല, അവിടെ നവാബ് സാറാ ഉള്ളത്. ഇപ്പൊ സുഖമില്ലാത്തത് നവാബ് സാറിനാണോ മമ്മിക്കാണോ? വായടയ്ക്കുന്നുണ്ടോ കഴുതകളെ? മമ്മിക്ക് ഇവിടെ സുഖമില്ല, പിന്നെ ഡയമണ്ട് ഡെലിവറി ചെയ്യാൻ മാഡം നവാബ് സാറിന്റെ അടുത്ത് പോകണം. താങ്ക് യു പോപ്പട്ട്. നിങ്ങൾക്ക് എങ്ങനെയാ ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് പോവാൻ പറ്റുക? അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വിഷമിക്കുന്നത്. സിമ്പിളാ മാഡം, ഡയമണ്ട് ഡെലിവറി ചെയ്യാൻ വേറെ ആരെങ്കിലും അയക്കൂ. ഇല്ല, ആ നവാബ് സാറിന് നല്ല രീതികളെ ഇഷ്ടപ്പെടൂ. ആരെങ്കിലും ഇടയിൽ കയറി പ്രശ്നമുണ്ടാക്കിയ ആ ഡീൽ തന്നെ ചിലപ്പോൾ ക്യാൻസൽ ആയേക്കാം. നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ? അയ്യോ വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കില്ല. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞങ്ങള് നാടകം പഠിച്ചു കൊണ്ടുപോവാം. ആദ്യം പെരുമാറ്റം എന്ന് പറയാൻ പഠിക്കേ. പെരുമാറ്റം. ഹണി ദ ഗ്രേറ്റിന് ചാലഞ്ചോ? 24 മണിക്കൂർ കൊണ്ട് ഞാനത് പഠിച്ചെടുക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പഠിപ്പിച്ചു തരും. ഓക്കെ കുട്ടികളെ, 24 മണിക്കൂറിനുള്ളിൽ എല്ലാം ശരിയാക്കാമെന്ന് നിങ്ങൾ വാക്ക് തരൂ. എന്നാൽ നിങ്ങളെ ഞാൻ വിടാം. ഓക്കേ. അല്ലടാ, 24 മണിക്കൂർ കൊണ്ട് എന്ത് ശരിയാക്കാനാടാ? മേഡത്തിന്റെ ടെൻഷൻ അകറ്റാൻ വേണ്ടിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ആദ്യം നമുക്ക് ഉദ്രു പഠിക്കാം. കുട്ടാ, ഉറുദു ഉറുദു. നിങ്ങൾക്ക് ഉറുദു അറിയോ? എന്നെ ചാമ്പലാന്ന് വിചാരിച്ചോ? ഞാൻ ഫയറാ. എന്റെ അണുക്കളിലെല്ലാം ഉറുദു ഉണ്ട്. ഞാനൊരു കവിയാണ്. ക്ലാപ്സ് തട്ടു. അപ്പൊ അതിന്ന് ഞങ്ങള് കുറച്ച് ഉറുദു എടുത്തോട്ടെ. ഷെടാ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നരമ്പില്, വെയിൻസില്. അനിയ, അദ്ദേഹത്തിന് ഉറുദു അറിയാം. അദ്ദേഹം നമുക്ക് നാടകം പഠിപ്പിച്ചു തരും. അത് നാടകമല്ല, പെരുമാറ്റം. നല്ല പെരുമാറ്റം. ഇങ്ങോട്ട് വന്നേ. ചുറ്റിക്കറങ്ങി വാക്കുകൾ ബക്കറ്റിനകത്തിട്ടോണ്ടിരുന്നാൽ മാത്രം ശരിയാവത്തില്ല. നിൽക്കുന്നതും ഇരിക്കുന്നതും സൂക്ഷിക്കണം, കഴിക്കുന്ന വിധം സൂക്ഷിക്കണം, എന്നിട്ട് വസ്ത്രങ്ങളും സൂക്ഷിക്കണം. മനസ്സിലായോ? നിങ്ങളൊക്കെ എന്തിനാ അതിപ്പോ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നേ? ആക്ച്വലി ഞങ്ങൾ നവാബ് സാറിനെ കാണാൻ പോകണം. അപ്പൊ കണ്ട ഉടനെ അദ്ദേഹത്തിനോട് നമസ്കാരം പറയണം. എന്താ ശരിയല്ലേ? അതാ ചേടാ, നിങ്ങൾക്കൊരു നല്ല ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെയാണോ കാണിക്കുന്നത്? ഞാൻ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചോണ്ടിരിക്കുക, നീ എന്റെ കഴുത്ത് പിടിച്ച് അമുക്കുക. നിങ്ങളല്ലേ പറഞ്ഞത് കണ്ട ഉടനെ നമസ്കാരം അറിയിക്കാൻ? എന്റെ നമസ്കാരം ഇങ്ങനെയാണ്. ഇങ്ങോട്ടേക്ക് വാ. അഴുകിപ്പോയ ഗ്രേപ്സും തലതിരിഞ്ഞ കൊരങ്ങനെയും നമസ്കാരം ഉരുദൂല് നമ്മൾ എങ്ങനെ നമസ്കാരം പറയോ അതുപോലെ തന്നെ പറയണം. നിങ്ങൾ തടിയനല്ല, കിഴങ്ങനല്ല, ശാലു അല്ല, സത്യം പറഞ്ഞ നിങ്ങൾ ബാലു അല്ല. അപ്പൊ ഞാൻ വവ്വാലിനെ പോലെ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ കാരുണ്യമുള്ളവനാ, മനുഷ്യത്വമുള്ളവനാ. നവാബ് സാറിന്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. ഞങ്ങൾ നിങ്ങൾക്കുള്ളിൽ ആ നടത്തം, ആ സംസാരമേ എല്ലാം നിറയ്ക്കും. അതൊക്കെ കണ്ടതിന് ശേഷം നവാബ് സാറിന്റെ മുഖത്ത് ചിരി മാത്രമേ ഉണ്ടാവൂ. ദാ ഇതുപോലെ. ഇങ്ങോട്ട് വന്നേ. ഞാൻ കുറെ നവാബുകൾക്ക് ചികിത്സ ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാ ഒരു നവാബിന്റെ മൂക്കില് കണ്ണാടി വെച്ച് കൊടുക്കേണ്ടതെന്ന്. ഒരു പക്ഷെ നിങ്ങൾ നവാബായെന്ന് കരുതിക്കോ. ഹണി ബണി ജോർദാർ പോപ്പട്ട്.
വരൂ മാഡം വരൂ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സലാം. ഇപ്പോഴെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ എന്തൊക്കെയാ ഇത്? പക്ഷെ സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഉറുദു കേൾക്കാൻ നല്ല രസമാണ്. നിങ്ങളെ കച്ചോരിയിലേക്ക് അയക്കാൻ ഞാൻ ഇപ്പോൾ തന്നെ ഏർപ്പാട് ചെയ്യാം. വെൽക്കം. അങ്ങോട്ട് നോക്കൂ, സ്വർണ്ണ സോഫ. കഴുതേ, അത് ഉറങ്ങാൻ വേണ്ടി തന്നെ ഉള്ളതാണ്. അത് ഉറങ്ങാനുള്ളത് അല്ലെങ്കിൽ പിന്നെ ക്രിക്കറ്റ് കളിക്കാനുള്ളതാണോ? മണ്ട, തങ്കം എന്ന് പറഞ്ഞാ ഗോൾഡ് എന്നാണ് അർത്ഥം. ആ, ഇവിടെ എല്ലാം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ. നവാബ് സാറ് വലിയ കോടീശ്വരനാണെന്നാ തോന്നുന്നേ. നിങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യൂ, നവാബ് സർ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും മര്യാദക്ക് നടന്നോണം. മാഡത്തിന്റെ ഡീല് ക്യാൻസൽ ആവാൻ പാടില്ല. ഞങ്ങൾക്ക് നവാബ് സാറിനെ കാണണം മാനേജർ. ചെല്ലേ, ചെന്ന് നവാബ് സാറെ വരാൻ പറ. ഞാൻ ഉടനെ തന്നെ വിളിക്കാം. ഞാനാ നവാബ്, നവാബ് ഓഫ് കച്ചോരി. നിങ്ങൾക്ക് താടിയില്ല, തൊപ്പിയില്ല, നവാബിനെ പോലുള്ള വേഷവും ധരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് നവാബാവാൻ പറ്റുന്നേ? നോക്കിയേ, ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാ പഠിച്ചത്. ഞാനൊരു മോഡേൺ നവാബാ, മോഡേൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ നമസ്കാരം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം നവാബ് സാറേ. ഓ നമസ്കാരം, നമസ്കാരം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മിസ് കർക്കട്ടിന്റെ അടുത്ത് നിന്ന് വജ്രം കൊണ്ടുവന്നിരിക്കുകയാണ്. എനി ഡൗട്ട്? വാവ്, ഇത്രയ്ക്ക് ഉറുദുവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങേർക്ക് ഉറുദു അറിയില്ലല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് നവാബാണെന്നാ തോന്നുന്നേ. ഒന്നും മിണ്ടാതിരിക്കടാ. അവൻ എന്താ ഉദ്ദേശം വെച്ചാലേ, നിങ്ങൾ ഓർഡർ ചെയ്ത ഡയമണ്ട്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാവ്, ഡയമണ്ട്സ്, വാവ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൗജന്യവും കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തോളൂ. വാവ്, ഈ കിളി കൊള്ളാലോ. ഞാനിതിനെ തങ്കക്കൂട്ടിനകത്താ ഇടാൻ പോകുന്നത്. ഇല്ല, സമ്മാനം കിളിയല്ല, സമ്മാനാണ്. ബന്നി, അവരടുത്ത് കൊടുക്ക്. ഞാൻ ഇങ്ങനത്തെ വസ്ത്രങ്ങളൊന്നും ഇടാറില്ല. നിങ്ങളുടെ ഗിഫ്റ്റ് ആയത് കാരണം മാത്രം ഞാൻ ഇത് മേടിക്കാം കേട്ടോ. മാഷാ അല്ലാഹ്, നിങ്ങളുടെ കൊട്ടാരം സത്യത്തിൽ അടിപൊളിയാണ്. ഓ റിയലി? ഞാൻ തന്നെ നിങ്ങളെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ടു പോവാം. ഈ ശില്പങ്ങളൊക്കെ ഞങ്ങൾ വലിയ ശില്പക്കാരെ വെച്ച് ചെയ്തതാ. കണ്ടില്ലേ നിങ്ങള്? ഇതാണ് ഞങ്ങളുടെ അറബി കുതിര. കുതിരകള് നവാബ്മാരുടെ പഴയ സ്റ്റൈലാണ്. എക്സ്ക്യൂസ് മീ? അവൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ സ്റ്റൈലാണ് ഉദ്ദേശിച്ചത്. അനേ, കൂടുതൽ സംസാരിക്കല്ലേ, അല്ലെങ്കിൽ ഡീല് ക്യാൻസൽ ആയി പോകും. എന്താ നിങ്ങൾ കുറെ നേരെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? അത് പിന്നെ ഇവർക്ക് കുതിര സവാരി ശീലമുള്ളതാ. അല്ല ആഗ്രഹം അത് സ്വഭാവമല്ല, ആഗ്രഹമാണ്. ഓ അതെയോ, ശരി, ഓക്കെ, എന്നാ ചെയ്തോളൂ. അപ്പൊ സവാരി പോവാം. നിങ്ങൾ എന്താ ഇങ്ങനെ? എനിക്ക് കുതിര സവാരി ഒന്നും ചെയ്യാൻ അറിയില്ല. കുതിര സവാരി പോലും അറിയില്ലെന്നോ? ഞാൻ പറഞ്ഞതല്ലേ, അങ്ങനെ ഉറപ്പായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് നവാബാണെന്ന്. അയ്യോ, കഴിഞ്ഞു, ഡീലിന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാ. നീന്താൻ പോലും അറിയില്ല. നോക്കിക്കേ. ആരെങ്കിലും വന്ന് രക്ഷിക്കോ, എനിക്ക് നീന്താൻ അറിയില്ല. നവാബ് സാർ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എഴുന്നേക്ക് നവാബ് സാർ, നിങ്ങളുടെ ബോധം പോയോ?
അതെ അദ്ദേഹം മയങ്ങി വീണു. പിന്നെ നീ എന്താ മയങ്ങി കിടക്കുന്ന നവാബിന്റെ അടുത്ത് ഉറുദു സംസാരിച്ചിട്ടിരിക്കാ? ഉറുദു പോപ്പട്ട് മര്യാദ വേണം, മര്യാദ. ഇവിടെ എന്ത് മര്യാദക്ക്? നവാബിന്റെ അടുത്താണ് മര്യാദക്ക് നടക്കേണ്ടത്. പക്ഷെ അദ്ദേഹം ഇപ്പൊ കാണുന്ന നിലയിലില്ലല്ലോ. ഇത് വലിയ പ്രശ്നമാകുമല്ലോ. മാഡത്തിന് നല്ല ദേഷ്യം വരും. അല്ല, നമ്മൾ എന്ത് ജോലിക്ക് വേണ്ടിയാണോ വന്നത് അത് നമുക്ക് ഇല്ലാതാക്കാം. എടാ മുടക്കാനല്ല, നടത്താനാണ്. നീ ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ പിടിക്കപ്പെടും. ഹലോ, നമുക്ക് കഴിക്കാൻ തുടങ്ങിയാലോ? നവാബിന് ഇപ്പൊ എല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിക്കാം. അതെ, പക്ഷെ കാതിനകത്ത് മുഴുവൻ വെള്ളമാ. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കെല്ലാം കഴിക്കാൻ തുടങ്ങാം. ആരും ഒരു തെറ്റും ചെയ്യില്ലേ, മര്യാദക്ക് കഴിക്കേ, മനസ്സിലായോ? നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. എടുക്കടാ. എന്നാ തുടങ്ങിക്കോളൂ. കത്തിയും സ്പൂണും ഒക്കെ എടുത്താ ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോഴാ അങ്ങേരുന്ന നവാബിനെ പോലെ പെരുമാറുന്നത്. നവാബ് സാർ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. നവാബ് സാറിന്റെ വായും മൂക്കും അടഞ്ഞല്ലോ. ബഹുമാനം വേണം. എന്ത് മര്യാദ? നവാബ് സാറിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. സോറി നവാബ് സാർ, അറിയാതെ തെറ്റുപറ്റിപ്പോയി. പ്ലീസ് നിങ്ങൾ മിസ് ഗാഡ്കറിന്റെ ഡീല് ക്യാൻസൽ ചെയ്യരുത്. അതെ, ഞങ്ങള് ക്ഷമ ചോദിക്കുകയാണ്. അതെ, ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് ഞാനാ ക്ഷമ ചോദിക്കേണ്ടത്. നിങ്ങളാണ് എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. അതായത് നിങ്ങളാണ് ഉറുദു എനിക്ക് എത്ര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഭാഷയാണെന്ന് പഠിപ്പിച്ചു തന്നത്. ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു നന്ദി പറയുന്നു. അല്ലാതെ പിന്നെന്താ, ഇത് കാരണം തന്നെ ഞാൻ ഡയമണ്ടിന്റെ റേറ്റ് 4 തവണ കൂട്ടി കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ നാടകം കാരണമാണ് സംഭവിച്ചത്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.